മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ സ്തുതിയൊക്കെ ചെല്ലിയോ? എല്ലാവരും ഓർക്കുന്നു കേട്ടോ. വൈദ്യരെ, സിസ്റ്റർമാരെ, സമർപ്പിത എല്ലാ ഗണങ്ങളെയും ഓർക്കുന്നു കേട്ടോ. ഒന്നാം കുടുംബം, രണ്ടാം കുടുംബം, അതൊക്കെ നിങ്ങൾ മറക്കണ്ട. അതിനൊക്കെ ഒരു പ്രയോറിറ്റി ഉണ്ട്. പ്രൈസ് അല്ലോ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? പിന്നെ കർത്താവിൻ്റെ വലിയ കരുണയാൽ ഇന്നലെ കുറവലങ്ങാട് സായാഹ്ന കൺവെൻഷൻ വളരെ നല്ലതായിരുന്നു. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവജനങ്ങളെ ശുശ്രൂഷകൾക്ക് ശേഷമാണല്ലോ ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണ്. എല്ലാത്തിനും ദൈവത്തിൻ്റെ മഹത്വം. പിന്നെ ഞാൻ ഈ ദിവസങ്ങളിൽ 1-2 യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഖത്തറിലെ ധ്യാനത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി ആകും. പിന്നെ അതിന് വേണ്ടിയിട്ടൊക്കെ മൂവ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഒരു നന്മറിഞ്ഞോറും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് നാളത്തെ അഭിഷേകാഗ്നിക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ വേറെ അറിയിപ്പുണ്ട്. അതിൻ്റെ കാർഡ് ഞാൻ ഓൾറെഡി ഫേസ്ബുക്കിൽ ഇട്ടേക്കാം. നമുക്ക് വൈദികരുടെ ധ്യാനം ഇനിയുള്ളത് ഏപ്രിൽ മാസത്തിൽ വൈദികരുടെ ധ്യാനം നമുക്കില്ല. പിന്നെ ഇനി വൈദികരുടെ ധ്യാനമുള്ളത് മെയ് മാസം 5 മുതൽ 10 വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള അച്ഛന്മാർക്ക് ആ കാർഡ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുക്കണം കേട്ടോ. മെയ് 5 മുതൽ 10 വരെ അച്ഛന്മാർക്ക് നേരത്തെ കൂടി ഒരുങ്ങാനും ബുക്ക് ചെയ്യാനൊക്കെ കാരണമായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. നാളത്തെ അഭിഷേകാഗ്നിയുടെ വിഷയം എങ്ങനെയാണ് ജനങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നത് എന്നതിനെക്കുറിച്ചാണ്. അത് നിങ്ങളൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം സുവിശേഷ വേല ചെയ്യാനും നമ്മുടെ കുടുംബാംഗങ്ങളെ വിശ്വാസത്തിലേക്ക് വരുത്താനൊക്കെ അതൊന്ന് മനസ്സിലാക്കുന്നതല്ല. നന്മ ചൊല്ലി കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ദൈവജനത്തിന് വേണ്ടി കരയുക എന്നാണ്. നെഹമ്യാ പ്രവചനം 1:4, ബുക്ക് നെഹമായ ചാപ്റ്റർ 1:4. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നെഹമ്യയുടെ ഒരു ഭാഗം നിങ്ങൾ വായിച്ച് ഓർക്കുന്നുണ്ടോ? അതായത് ഹനാനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവൻ പിന്നെ ജെറുസലേമിനെ കുറിച്ച്, പിന്നെ സഭയെക്കുറിച്ച്, ദൈവജനത്തെക്കുറിച്ച് എല്ലാം അന്വേഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ? ശരിക്കും പറഞ്ഞ കുടുംബക്കാരെക്കുറിച്ച് ഇതാണ് ശരിക്കുള്ള സഭാസ്നേഹം എന്ന് പറഞ്ഞൊരു വചനം പറഞ്ഞു. അതിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ നെഹമ്യയ്ക്ക് ഒരു റിപ്പോർട്ട് കിട്ടുകയാണ്. ജെറുസലേം കവാടം അഗ്നിക്കിരയായി, അത് പുനരുദ്ധരിക്കാൻ ആരുമില്ല, ദൈവജനം മൂലം തകർന്ന് തരിപ്പണായി കിടക്കുകയാണ്, ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഹനാനി പറഞ്ഞപ്പോൾ നെഹമ്യായ്ക്ക് വന്നൊരു പ്രതികരണമാണ് നെഹമ്യ 1:4. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധി ഞാൻ പ്രാർത്ഥിച്ചു. 3 കാര്യങ്ങളാണ്. അതായത് ഇതേപോലെ ജനത്തിനൊരു തകർച്ച വരാമെന്ന് കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇപ്പോൾ നമ്മൾ ആനുകാലികമായി സഭയ്ക്കെതിരെ സഭ പീഡിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം കാട്ടുമൃഗങ്ങളുടെ ആക്രമണം, അത് വേറൊരു വശം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും കാണുവാണ്. ഇനി ദൈവജന സഭയ്ക്കെതിരെ ഉള്ളത് വേറൊരു ലെവല്, യുദ്ധങ്ങൾ, അങ്ങനത്തെ ഒക്കെ ഓരോരോ മേഖല, ക്രിസ്ത്യാനിറ്റി ആക്രമിക്കുന്ന ചില വിഭാഗങ്ങൾ, അങ്ങനെ പല സംഗതികളുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ നെഹമ്യ ചെയ്ത കാര്യം എന്നറിയോ? നെഹമ്യ ചെയ്ത ഒന്ന് നിലത്തിരുന്ന് കരഞ്ഞു. രണ്ടാമത്തെ കാര്യമാണ് ദിവസങ്ങളോളം വിലപിച്ചു ഉപവസിച്ചു. മൂന്നാമത്തേതാണ് സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടായി. നെഹമ്യായുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം. നെഹമ്യായെ തന്നെ കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തി. അപ്പസ്തോലന്മാർക്ക് ഇതേവരത്തിന് അനുഭവം ഞാൻ അഭിഷേകത്തിൽ പറഞ്ഞു. ഒരു കരഞ്ഞ് പ്രാർത്ഥിച്ച് അവരെ തന്നെ കർത്താവ് എന്ന് പറയുന്നത് പോലെ ആ പ്രശ്നങ്ങൾക്ക് ഒരു തീർച്ചയായും തീരുമാനം ഉണ്ടാക്കുകയാണ് ദൈവം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഇത് കിടന്നാണ് നമുക്ക് ഈ നോമ്പുകാലമാണ് ഒരു പരിഹാരം. അപ്പം നിലത്തിരുന്ന് കരയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങ് നിലത്തോട്ടിരുന്ന് കരയുന്നത് പോലത്തേക്കുള്ളൊരു പ്രതികരണങ്ങൾ. ദിവസം കൊണ്ടല്ലോ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഉപവാസമൊക്കെ നോക്കിയേ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ടാണ് ഒരു കാര്യത്തെ അതിജീവിക്കാൻ പറ്റും. അതാണ് സഭയുടെ ചരിത്രം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഒരുപാട് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഒരു വേദനയായിട്ട് വരണം അല്ലേ? ഒരു തകർച്ച ചുറ്റും കാണുമ്പോൾ മനസ്സുകൊണ്ടൊരു വേദന തോന്നി കരയാൻ, ഉപവസിക്കാൻ, വിലപിക്കാൻ, അതൊരു വലിയൊരു അഭിഷേകമാണ് സഹോദരങ്ങളെ. അതാണ് മാറ്റം വരുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളത്തെ അഭിഷേകത്തിലും കാണാം കേട്ടോ. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ദൈവമേ, ഈ 3-4 കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. ഏതെങ്കിലുമൊക്കെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ കർത്താവ് ഇതുപോലെയൊക്കെ ചെയ്യാനും പ്രാർത്ഥിക്കാനും പ്രവാചകന്മാരിലുണ്ടായിരുന്ന അഭിഷേകം, അപ്പസ്തോലന്മാരിലുണ്ടായിരുന്ന അഭിഷേകം, ഈശോയിൽ നിറഞ്ഞ അഭിഷേകം, പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ നാനാഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം ഈ ഒരു അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവായ നാളത്തെ അഭിഷേകാഗ്നി നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഓരോരുത്തരെയും പ്രത്യേകം അനുഗ്രഹിക്കുക. ഓരോ ദിവസം അതാത് ദിവസത്തിന് വേണ്ട കൃപ വേണമല്ലോ. ഇന്നത്തെ ദിവസത്തിന് വേണ്ട കൃപ
കർത്താവേ, ഈ ആശീർവാദ സമയത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഇന്നത്തെ കാര്യത്തിൽ ഏതെങ്കിലുമൊക്കെ കൃപ കുറഞ്ഞ പാപം ചെയ്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ, മനസ്സിന് ഭാരമുണ്ടെങ്കിൽ, ദൈവം അതെല്ലാം മാറി നല്ല അനുതാപം വരും ദിവസം നല്ലൊരു കുമ്പസാരത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ നിറയട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവായ ദൈവം, രാത്രി ഉറക്കമില്ലാത്തവരൊക്കെ പ്രത്യേകം അനുഗ്രഹിക്കുകയാണ്. ദൈവം, രാത്രി നല്ല ഉറക്കമുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ദൈവമേ, ചെറുന്ന മരുന്നമായ ഓരോ പ്രാർത്ഥനാ നിയമങ്ങളെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.